അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നിറവേറ്റി തരാനും, അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു മനസ്സറിഞ്ഞ് കാണുകയും, അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ അള്ളാഹു സാധിപ്പിച്ച് തരാനും, അതുപോലെ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരാനും, നമുക്ക് ഇഹത്തിലും പരത്തിലും വിജയിക്കാനും സ്വർഗത്തിൽ കടക്കാനൊക്കെ അല്ലേ എല്ലാ മനുഷ്യർക്കും ആഗ്രഹം. ഇത് ഞാൻ നല്ലൊരു അമൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നമുക്ക് എളുപ്പമാക്കി കിട്ടും. അതുപോലെ ഈ ഒരു അമൽ നമ്മൾ ചെയ്താൽ ഒരു ദിവസം നമ്മളുടെ 70ഓളം കാര്യങ്ങൾ അള്ളാഹു പെട്ടെന്ന് ആഗ്രഹങ്ങൾ നിറവേറ്റി തരും. 70ഓളം ആവശ്യങ്ങൾ അള്ളാഹു നമുക്ക് സാധിപ്പിച്ചു തരും. നമ്മൾ പോലും അറിയാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. അതുപോലെ ശത്രുക്കളിൽ നിന്ന് നമ്മളെ കാത്ത് രക്ഷിക്കും. നമ്മൾ എന്താണോ ഭയക്കുന്നത് അത് അള്ളാഹു നമ്മളെ കാക്കും. രോഗങ്ങൾ തന്ന് പരീക്ഷിക്കില്ല. നമുക്ക് എന്തെങ്കിലും കടമുണ്ടെങ്കിൽ ഈ ഒരു ആയത്ത് നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ കടങ്ങൾ അള്ളാഹു വീട്ടി തരും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരും. അതുപോലെ ഈ ഒരു ആയത്ത് നമ്മൾ പതിവാക്കിയാൽ ഈ ലോകത്ത് മാത്രമല്ല നമുക്ക് വിജയം, പരലോകത്തും വിജയിക്കാൻ പറ്റും. അതുപോലെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആയത്തും കൂടിയാണ്. നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകാൻ പറ്റിയ ഒരു വഴിയും കൂടിയായിട്ട് മാറും. അലി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമ്മുടെ മുത്തുനബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സൂറത്തുൽ ഫാത്തിഹയും അതുപോലെ ആയത്തുൽ കുർസിയും ആലിമ്രാനിലെ 2 ആയത്തും ഈ സൂറത്തുകൾ അർശുമായി ബന്ധിച്ചതാണ്. ഈ വചനങ്ങൾ എല്ലാ നിസ്കാര ശേഷവും പാരായണം ചെയ്യുകയാണെങ്കിൽ അവരെ സ്വർഗത്തിൽ പാർപ്പിക്കപ്പെടുന്നതാണ്. സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുത്ത് ആദരിക്കുന്നതാണ്. ദിവസവും അവരുടെ 70ഓളം ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റുന്നതാണ്. എല്ലാ ശത്രുക്കളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുകയും പ്രത്യേകമായി സഹായം നൽകുകയും ചെയ്യുന്നതാണ്. ഇത്ര വലിയൊരു അത്ഭുതകരമായ ഒരു ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി നിങ്ങൾ പാരായണം ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ ആയത്തുൽ കുർസി നിങ്ങൾ എത്രയെങ്കിലും വട്ടം, നിങ്ങൾക്ക് കഴിയുന്നത്ര വട്ടം പാരായണം ചെയ്തിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തോളി. നിങ്ങളുടെ പ്രയാസം അള്ളാഹു കാണും. നിങ്ങൾ എന്താണോ ചോദിക്കുന്നത് അത് അള്ളാഹു മാറ്റിത്തരും. അതുപോലെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ചോദിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് തരുകയും ചെയ്യും. ആയത്ത് കുർസി നമ്മൾ ഓതിയാൽ നമുക്ക് സ്വർഗത്തിൽ പോവാൻ എളുപ്പമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഹ്റാജിൻ്റെ രാവിലെ അള്ളാഹുവിനെ കാണാൻ പോയപ്പോൾ അവിടെ 3 പ്രകാശങ്ങൾ കണ്ടു. ആ ഒരു പ്രകാശം ഒന്ന് ആയത്ത് കുർസിയുടേതാണ്, ഒന്ന് കുൽഹു അല്ലാഹു അതിൻ്റേത്, അതുപോലെ ഒന്ന് യാസീൻ സൂറത്തിൻ്റെയാണ്. അതിലുള്ള സ്വർഗത്തിലുള്ള ഒരു സൂറത്താണ് ആയത്തുൽ കുർസി. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.